വിസിബിൾ ആണ് മിസ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ലോഡ് കൂടെ ഉണ്ട്. തന്നിട്ടുള്ളത് ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 3 മെമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? AD, BD ആൻഡ് CD. ഈ 3 മെമ്പേഴ്സിൽ ഉണ്ടാവുന്ന ഫോഴ്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? യൂസിങ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. അപ്പം ആക്ച്വലി ഇത് വേറെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല ഈ ക്വസ്റ്റ്യനിൽ. എപ്പോഴും നമുക്ക് ഒരേ മെത്തേഡ് തന്നെ. ഇത് 2 മെത്തേഡ് ഉണ്ട് ഡ്രസ്സിന്. ഫസ്റ്റ് മെത്തേഡാണിത്. ഡയറക്ട്ലി നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഡ്രസ്സിന്റെ കേസിൽ മെട്രിക്സ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരാമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ മെട്രിക്സ് ഡയറക്ട്ലി കണ്ടുപിടിച്ച് ഡയറക്ട്ലി നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ കിട്ടും. ഇക്വേഷൻ യൂസ് ചെയ്ത് ഫോഴ്സ് മെമ്പർ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഡയറക്ട്ലി ഫോഴ്സ് മെമ്പർ ഫോഴ്സ് കിട്ടുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ നോർമലി ചെയ്തു വരുന്ന പോലെ, അതായത് ആദ്യം എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, പിന്നെ ബീറ്റ മെട്രിക്സ്, അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് സെക്കൻഡ് മെത്തേഡ്. രണ്ടും എളുപ്പമാണ്, ടൈം എടുക്കില്ല, ഒട്ടും ടൈം എടുക്കില്ല ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോർഡിനേറ്റ്സ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ മെട്രിക്സ് എഴുതാൻ നേരത്ത് നമുക്ക് കോർഡിനേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് ഓരോ മെമ്പർ എടുക്കുമ്പോൾ. അപ്പൊ അതെങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാം. എപ്പോഴും കാണുന്ന പോലെ തന്നെ സ്റ്റെപ്പ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ ഒരു ഡ്രസ്സിൽ എല്ലാ ജോയിന്റിലും എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്? ഡ്രസ് എന്ന് പറയുന്ന ജോയിന്റ് എന്താണ്? പിൻ ജോയിന്റ് ആണ്. അപ്പൊ പിൻ ജോയിന്റിൽ ഒരിക്കലും മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ല, കാരണം അവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്. അപ്പൊ ആകെ ഉണ്ടാവുന്ന ജോയിന്റിൽ ഉണ്ടാവുന്ന രണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും. നമ്മൾ അങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കുക. അപ്പൊ ഇതെന്താണ്? ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും. അത് ഓരോ ജോയിന്റും ഇവിടെ എ, ബി, സി, ഡി 4 ജോയിന്റ്സ് ഉണ്ടാകെ. ഈ 4 ജോയിന്റിൽ 3 എന്താണ്? സപ്പോർട്ടാണ്. സപ്പോർട്ടില് ഇത് ഹിഞ്ച് സപ്പോർട്ടാണ്. ഹിഞ്ച് സപ്പോർട്ടിൽ എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ ഹിഞ്ചില്. അപ്പൊ ഹിഞ്ചില് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അല്ലെ. ഹിഞ്ച് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ടില് ഡിസ്പ്ലേസ്മെന്റ് റെസിസ്റ്റഡ് ആണ്. അപ്പം ഹിഞ്ചില് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും റെസിസ്റ്റഡ് ആണ്, ബിക്കോസ് അവിടെ 2 റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ നോക്കുകയാണെങ്കിൽ 3 സപ്പോർട്ടുകളിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയുള്ളത് ഡി എന്ന് പറയുന്ന ജോയിന്റ് ആണ്. അത് ജോയിന്റ് ആണ്, സപ്പോർട്ട് അല്ല. അപ്പൊ ജോയിന്റിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഏതൊക്കെ? 2 ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ.
ഒന്ന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, ഒന്ന് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിയിലായിരിക്കും. ഡിയിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും? 2 എണ്ണം. അത് ഏതൊക്കെയാണ്? ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും. ഇനി ഇതിലുണ്ടാവുന്ന ടോട്ടൽ കോർഡിനേറ്റ്സ് വരയ്ക്കുക. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ജോയിന്റിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അപ്പൊ കോർഡിനേറ്റ്സിന് ആദ്യം ഈ ഫിഗർ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുക. കോർഡിനേറ്റ്സ് വരയ്ക്കാൻ നേരം എങ്ങനെയാണ് കോർഡിനേറ്റ്സ്? ഇവിടെ മൊമെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, റൊട്ടേഷൻ അലൗഡ് ആണ്. അപ്പം മൊമെന്റ് ഇല്ല. ആകെ ഉണ്ടാവുന്ന 2 കോർഡിനേറ്റ്സ്, ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും ഹൊറിസോണ്ടൽ കോർഡിനേറ്റും. അത് വെർട്ടിക്കൽ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആകാം, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആകാം. അപ്പൊ എയില് ഉണ്ടാവുന്ന 2 കോർഡിനേറ്റ്സിനെ ഞാൻ ഇതുപോലെ എല്ലാ ജോയിന്റിലും ഉണ്ടാവുന്ന കോർഡിനേറ്റ്സിനെ മാർക്ക് ചെയ്യാം. അപ്പൊ കോർഡിനേറ്റ്സിൽ ഡി എന്ന് പറയുന്ന കോർഡിനേറ്റിൽ ഞാൻ ഇതില് ഹൊറിസോണ്ടൽ കോർഡിനേറ്റിനെ 1ഉം വെർട്ടിക്കൽ കോർഡിനേറ്റിനെ 2 എന്ന് വിളിക്കുക. ദെൻ എയില് 3, 4, ബിയില് 5, 6, അതുപോലെ സിയില് 7, 8. അപ്പൊ എത്ര കോർഡിനേറ്റ്സ് വരുന്നുണ്ട്? ആകെ 8 കോർഡിനേറ്റ്സ് ഉണ്ട്. ഓരോ ജോയിന്റിലും ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും ഒരു ഹൊറിസോണ്ടൽ കോർഡിനേറ്റും. ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് വരയ്ക്കുക. അപ്പൊ ഈ കോർഡിനേറ്റ്സിൽ നോക്കുക, എത്ര കോർഡിനേറ്റ് ഉണ്ട്? ആകെ 8 കോർഡിനേറ്റ്സ് ഉണ്ട്. അതിൽ 6 കോർഡിനേറ്റ്സ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ ഉണ്ടാവുന്ന കോർഡിനേറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. ഇവിടെ നോക്കുമ്പോൾ 1ഉം 2ലും മാത്രമാണ് നമുക്ക് എന്തുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2 എന്ന് എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ ഡിസ്പ്ലേസ്മെന്റ് റെസിസ്റ്റഡ് ആണ്. ഇനി ഇപ്പൊ എഴുതാൻ നേരം എങ്ങനെ എഴുതാം? ഡെൽറ്റ 1, ഡെൽറ്റ 2. അതായത് ഈ വരച്ചിട്ടുള്ള എല്ലാ കോർഡിനേറ്റ്സും ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ആ ജോയിന്റിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ. ബാക്കിയെല്ലാം സപ്പോർട്ടാണ്. അപ്പൊ ബാക്കി ഏതൊക്കെയാണ്? ഡെൽറ്റ 3, ഡെൽറ്റ 4, ഡെൽറ്റ 5, will not exist. ക്ലിയർ ആയോ ഇത്തരം കാര്യങ്ങൾ? തന്നിട്ടുള്ള സ്ട്രെസ്സിനെ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുക. അതിൽ ഓരോ ജോയിന്റിലും നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. ഓരോ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ നേരം ഏതൊക്കെയാണ് സപ്പോർട്ട് വരുന്നത് നോക്കാം. സപ്പോർട്ടിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഹിഞ്ച് സപ്പോർട്ടാണ്. ഹിഞ്ച് സപ്പോർട്ടിൽ ഒരിക്കലും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റോ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റോ ഉണ്ടാവുന്നില്ല. നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ്സിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് സപ്പോർട്ടിൽ വരുന്ന കോർഡിനേറ്റ്സ് വിൽ നോട്ട് എക്സിസ്റ്റ്. ബാക്കി ഡി എന്ന് പറയുന്ന ജോയിന്റ് ആണ്. അവിടെ എന്തായാലും ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. അതാണ് ഡെൽറ്റ 1, ഡെൽറ്റ 2 വിൽ എക്സിസ്റ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2. മിസ്, ആ എ ബി സി ഡി ഹിഞ്ചില് മൊമെന്റ് എടുക്കൂല DOF ആയിട്ട്? ഇല്ല, ഹിഞ്ചിൽ മൊമെന്റ് എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡങ്ങളെല്ലാം എന്താണ്? ജോയിന്റില്. ഇപ്പൊ നമുക്കൊരു ട്രസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രസ്സിൽ ജോയിന്റുകളിൽ ആകെ ഉണ്ടാവുന്നത് എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് മെമ്പറിൽ ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? ജോയിന്റ് കൺസിഡർ ചെയ്യാൻ നേരം ജോയിന്റിൽ നമ്മൾ എപ്പോഴും പറയില്ലേ എന്താണ്? ട്രസ്സിന്റെ മെമ്പറിൽ ഉണ്ടാവുന്നത് ആക്സിയൽ ഫോഴ്സ്, അതുപോലെ ജോയിന്റുകളിൽ ഉണ്ടാവുന്നത് എന്താണ്? വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. ശരിയല്ലേ? ആ 2 റിയാക്ഷനെയാണ് നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് മെമ്പർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെമ്പർ ഫോഴ്സ് കാണാൻ ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു ജോയിന്റില് ഏതാ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാം. അപ്പൊ ഇവിടെ ഹിഞ്ചാണ്. ഹിഞ്ചിൽ എന്താണ്? 2 റിയാക്ഷൻ നമ്മൾക്ക് ട്രസ്സിന്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് റിയാക്ഷനെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യാണ്. മനസ്സിലായോ? ബാക്കി എല്ലായിടത്തും നമ്മൾ ഏതാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം അതാണ് എടുക്കുക. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നതെന്ന്. ഇവിടെ ഉണ്ടാവുന്നത് ജോയിന്റിൽ എപ്പോഴും റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. അത് തന്നെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മനസ്സിലായോ? ഇവിടെ മൊമെന്റ് ഈ ഒരു ട്രസ്സിന്റെ കേസിൽ മൊമെന്റ് റൊട്ടേഷൻ ഒരു കൺസെപ്റ്റും വരുന്നില്ല. നമുക്ക് മൊമെന്റ് എന്ന് പറയുന്ന കേസ് വരുന്നില്ല. ഓക്കെ, നമ്മൾ ഏതാണോ റിയാക്ഷൻ അതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ?
ആക്ച്വലി അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കാതെ നമ്മൾ എത്ര ജോയിന്റ് ഉണ്ടോ അത്രയും ജോയിന്റിൽ രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ അതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഡ്രസ് നമ്മളെ മൊമെന്റ് എന്തൊന്നും നോക്കണ്ടല്ലേ? ട്രസ്റ്റില് മൊമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നില്ല. കാരണം ട്രസ്റ്റിൽ ഓക്കെ. എന്താണ് റൊട്ടേഷൻ അലൗഡ് ആണ്. പിൻ ജോയിന്റുകളിൽ റൊട്ടേഷൻ അലൗഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ജോയിന്റിൽ റൊട്ടേഷൻ ആക്ച്വലി അലൗഡ് ആണ്. ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ജോയിന്റിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ നേരം നമ്മൾ എടുക്കുന്നത് ആക്ച്വലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കണ്ടീഷൻ അല്ല, അവിടെ ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് എടുക്കുന്നത്. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനാണ്. അതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ട്രസ്സിൽ മൊമെന്റ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല, കാരണം റൊട്ടേഷൻ അലൗഡ് ആണ് അതിൽ. റിജിഡ് ജോയിന്റുകളിൽ മൊമെന്റ് ഉണ്ടാകും, പിൻ ജോയിന്റുകളിൽ റൊട്ടേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി. അപ്പൊ നമുക്ക് നിങ്ങൾ ഡയറക്ട്ലി ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യുക. സപ്പോർട്ട് അല്ലാത്തടുത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. സപ്പോർട്ട് നോക്കുമ്പോൾ ഹിഞ്ച് ആണെങ്കിൽ ഈ രണ്ടെണ്ണം 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ Δ1 Δ2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എന്താണ്, നമുക്ക് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതിന് ആദ്യം ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു എലമെന്റിന്റെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഗ്ലോബൽ കോർഡിനേറ്റ്സിൽ എന്തായിരുന്നു? AE/L C², CS. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കൽ കോർഡിനേറ്റ്സിൽ ഒരെണ്ണമുണ്ട്, ഗ്ലോബൽ കോർഡിനേറ്റ്സിൽ ഒരെണ്ണമുണ്ട്. അപ്പൊ ഇതിൽ നമുക്കിനി ഓരോ എലമെന്റ്സ് കണ്ടുപിടിക്കണം. ആകെ എത്ര എലമെന്റ്സ് കാണണം നമുക്ക്? C² കാണണം, S² കാണണം, CS കാണണം. ബാക്കി ആ 3 വാല്യൂസ് കിട്ടിയാൽ പിന്നെ ഈ മെട്രിക്സ് എഴുതിക്കൂടെ? അപ്പൊ ഓരോ എലമെന്റിനും ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? എലമെന്റ്സ് കൂടെ മാർക്ക് ചെയ്യാം. എലമെന്റ്സ് മാർക്ക് ചെയ്യുന്ന നേരം ഞാൻ AD എന്ന് പറയുന്ന എലമെന്റിന് എലമെന്റ് 1 ആയിട്ട് കൊടുക്കുക, ആൻഡ് BD എന്ന് പറയുന്ന എലമെന്റിന് എലമെന്റ് 2, അതുപോലെ DC എന്ന് പറയുന്ന എലമെന്റിന് എലമെന്റ് 3. ആകെ 3 എലമെന്റ് ഉണ്ട്. 3 എലമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റിനും ഈ തരത്തിൽ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടും. അപ്പൊ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് AD കൺസിഡർ ചെയ്യാണ്. AD കൺസിഡർ ചെയ്യാൻ നേരം എലമെന്റ് 1 എടുത്ത് വരയ്ക്കാം. എലമെന്റ് 1 എന്ന് പറയുന്നത് AD. അപ്പൊ AD-യിൽ വരയ്ക്കാൻ നേരം നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? ആംഗിൾ കാണണം അല്ലെ? C² എന്ന് പറഞ്ഞാൽ എന്താണ് ഇതില്? C² എന്ന് പറഞ്ഞാൽ cos²θ, S² എന്ന് പറഞ്ഞാൽ sin²θ, CS എന്ന് പറഞ്ഞാൽ cosθ sinθ. ഇതിൽ ആദ്യം അറിയേണ്ടത് നമുക്ക് തീറ്റ. അപ്പൊ ഒരു എലമെന്റിന്റെ തീറ്റ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടേംസ് നമുക്ക് കാണാൻ പറ്റും. ഇനി തീറ്റ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഗ്ലോബൽ എക്സ് ആക്സിസിൽ നിന്ന് എങ്ങനെയാണോ മെമ്പർ ഓറിയന്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യാം തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ AD എന്ന് പറയുന്ന മെമ്പറിൽ ഞാൻ എല്ലാം ഡിക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ട് എടുക്കുകയാണ്. കാരണം D ആണ് കോമൺ ജോയിന്റ്. ഈ AD BD DC കണക്ട് ചെയ്തിട്ടുള്ളത് ജോയിന്റ് ഡിയിലായതുകൊണ്ട് തന്നെ D ബേസ് ആയിട്ട് എടുക്കുകയാണ്. അതായത് DA എന്ന് പറയുന്ന മെമ്പർ ആയിട്ട് എടുക്കുകയാണ്. എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ അതുപോലെ തന്നെ എഴുതണം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ജോയിന്റിൽ നിന്ന്, അതായത് ആംഗിൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു മെമ്പർ ഞാൻ എടുത്ത് വരയ്ക്കാം. DA എന്ന് പറയുന്ന മെമ്പർ ഇതുപോലെ ഇരിക്കും. ഇവിടെ A, ഇത് സപ്പോർട്ടാണ്, ഇത് D അല്ലെ? അപ്പൊ ഞാൻ തീറ്റ മെഷർ ചെയ്യുന്നത് D എന്ന് പറയുന്ന സപ്പോർട്ടിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടാണെങ്കിൽ, വിത്ത് റെസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ Dയിലെ ഗ്ലോബൽ എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് എങ്ങനെയാണ് AD കിടക്കുന്നത്, അതാണ് തീറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ തീറ്റ. അത് ഞാൻ മെഷർ ചെയ്തത് D എന്ന് പറയുന്ന ജോയിന്റിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടാണ്. അപ്പൊ ഞാൻ എലമെന്റ് എഴുതേണ്ടത് DA. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് DA ആണ്. AD എന്ന് എഴുതരുത്, കാരണം DA എന്ന് എഴുതിയാല്
ഡിക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്തിട്ടുള്ളത്. മാറിപ്പോവും അല്ലെങ്കിൽ. അപ്പൊ ഇനി എഴുതേണ്ട കാര്യം ഡി എ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡി എ പറയുമ്പോൾ ഡിയിലെ കോർഡിനേറ്റ്സ് എഴുതാം. ഡിയിലെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ബ്രാക്കറ്റിലൊപ്പം തന്നെ എഴുതി പോവാ. ഡിയിലെ കോർഡിനേറ്റ് 1, 2. ഇനി അടുത്തത് എയിലെ കോർഡിനേറ്റ് 3, 4. അപ്പൊ എലമെന്റ് 1 എഴുതുക. എലമെന്റ് 1 ഏതാന്ന് എഴുതുക. എഴുതുമ്പോൾ നമ്മൾ എവിടെ ബേസ് ചെയ്തിട്ടാണ് തീറ്റ മെഷർ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ എയിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ വേറെ ആയിരിക്കും. കാരണം എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും തീറ്റ വരിക അല്ലെ. അപ്പൊ ഏത് ജോയിന്റിലാണോ നിങ്ങൾ തീറ്റ മെഷർ ചെയ്യുന്നത് അതിനെ ആദ്യം എഴുതുക. ദെൻ അടുത്ത ജോയിന്റ് എഴുതുക. അപ്പൊ ഇവിടെ ഡി എ ആണ്. ഡി എഴുതുക. എന്നിട്ട് ആദ്യത്തെ ജോയിന്റ് ഡിയിൽ ഏതൊക്കെ കോർഡിനേറ്റ്സ് 1, 2. ദെൻ സെക്കൻഡ് ജോയിന്റ് എ, അവിടുത്തെ കോർഡിനേറ്റ്സ് 3ഉം 4ഉം. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിലൊപ്പം തന്നെ അത് എഴുതി പോവാം. ഇതിനെല്ലാത്തിനും യൂസ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ തീറ്റ കാണണം നമുക്ക്. തീറ്റ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടും. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തീറ്റ അല്ലെ. എ ഡി എന്ന് പറയുന്ന മെമ്പറിന്റെ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പം ഇത്രയും നമുക്ക് 90 ഡിഗ്രിയാണ് അല്ലെ. ബാക്കി നമുക്ക് ഈ ഒരു ആംഗിൾ അറിഞ്ഞാല് ഇതിനെ ഞാൻ ലെറ്റ് ഇറ്റ് ബി 5 എന്ന് വിളിക്കുകയാണ്. ഈ ഒരു 5 അറിഞ്ഞാല് 5 പ്ലസ് 90 ഡിഗ്രി ചെയ്താൽ തീറ്റയുടെ വാല്യൂ ആയി. 5 കാണാൻ എങ്ങനെ ചെയ്യാം? നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എ ഡി ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 വാല്യൂ കാണാൻ പറ്റും അല്ലേ. സെപ്പറേറ്റ് വരച്ച് ചെയ്യാം. ഇതാണ് എ ഡി. ഇത് മെമ്പർ അല്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഇത് എത്രയാണ്? 4 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ. അറിയേണ്ടത് ഈ ഒരു വാല്യൂ 5. ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടും? tan 5 എടുക്കാം. tan 5 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഇത് 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ആകുമ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. tan 5 എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് 4 മീറ്റർ, അഡ്ജസെന്റ് സൈഡ് 3 മീറ്റർ. ഇതിൽ നിന്ന് 5യുടെ വാല്യൂ എന്ത് തോന്നുന്നു? tan ഇൻവേഴ്സ് 4/3. എത്രയാണ് വാല്യൂ വരിക? ഫൈയുടെ വാല്യൂ ഓക്കെ 53.13. ഇങ്ങനെ നിങ്ങൾക്ക് 5 നിന്നൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഡയറക്റ്റ് ആ ആംഗിൾ കാണാം, അത് പ്ലസ് 90 ഡിഗ്രി ചെയ്യാം. അപ്പൊ തീറ്റ എത്ര വന്നു? ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 90 പ്ലസ് 53.13. എത്ര? 143.13 ഡിഗ്രിയാണ് ഇവിടുത്തെ തീറ്റ. ഇനി തീറ്റ വെച്ചിട്ട് നമുക്ക് സി എസ് ആൻഡ് എസ് സ്ക്വയർ, സി സ്ക്വയർ എസ് സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറയുന്നത് cos square 143.13 equal to s square equal to sin square 143.13 and cs എന്ന് പറയുന്നത് cos 143.13 into sin 143.13. ഓരോ വാല്യൂസ് പറയാം. .639. 639 64 ഓക്കെ റൗണ്ട് ചെയ്ത് എഴുതാം. then s സ്ക്വയറോ ന്റെ വാല്യൂ -0.48. ഇത്രയും വാല്യൂസ് കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം, ഈ ഒരു മെട്രിക്സ് എഴുതാം. ഇനി ഇവിടെ എൽ കൂടെ ഉണ്ട്. എ ബൈ എൽ. എൽ എന്ന് പറയുന്നത് എ ഡിയുടെ ലെങ്ത്.
AD ലെങ്ത് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടില്ല, ബട്ട് ഈ ഒരു ലെങ്ത് അറിയാം, ഈ ഒരു ലെങ്ത് അറിയാം. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ L എന്തായി? L എന്ന് പറയുന്നത് √4² പ്ലസ് 3². L എന്ന് പറയുന്നത് AD ലെങ്ത് ഓഫ് AD. √4² പ്ലസ് 3² എത്രയാ? 5 മീറ്റർ അല്ലേ? അപ്പൊ ലെങ്ത് AD ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ. ബാക്കി നമുക്ക് C² S², CS വാല്യൂ കിട്ടി. ഇനി ഇതിനെ ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതാണ്. അപ്പൊ എന്താണത്? K1 AE ബൈ L വാല്യൂ 5 ആണ്. 5 അവിടെ തന്നെ ഇടാം. മെട്രിക്സ് ഓപ്പൺ ചെയ്യാം. C² വാല്യൂ 0.64. CS S² അല്ലെ? CS വാല്യൂ -0.48. then വീണ്ടും CS -0.48 S² 0.36. അങ്ങനെ 4 എഴുതി പോവാം. ഓക്കെ, അങ്ങനെ പഠിക്കാനായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. C² CS S². അപ്പൊ ഈ ഒരു 4 കിട്ടിയാൽ ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നതും ഇതിന്റെ താഴെ വരുന്നതും. ദെൻ ഈ ഒരു 4 തന്നെ ഇങ്ങോട്ട് ഡയഗണലി എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇത്രയും 4 കിട്ടിയിട്ടുള്ള വാല്യൂസ് ഇതുപോലെ എടുത്ത് എഴുതിയാൽ ഇതിന്റെ നെഗറ്റീവ് ആണ് അടുത്ത് വരുന്നത്. അപ്പൊ -0.64 മൈനസ് ഓഫ് -0.48 എന്ന് പറയുമ്പോൾ 0.48 അഗെയിൻ 0.48 ഇതിന്റെ മൈനസ് -0.36. ഇത് തന്നെയാണ് ഇവിടെ വരുന്നതും. -0.64 0.48 0.48 -0.36. ഈ ഒരു മെട്രിക്സ് തന്നെ ഇവിടെ എഴുതാം. 0.64 അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ മെട്രിക്സ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടി. ഇതുപോലെ സെക്കൻഡ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും കാണണം. ഇതിന് ടൈം എടുക്കില്ല, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈം എടുത്ത് പോകുന്നതാണ്. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് BD അല്ലെ? BD വരയ്ക്കുക, എടുത്ത് വരയ്ക്കുക. എലമെന്റ് 2 BD ആണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഞാൻ എടുക്കുന്ന ആംഗിൾ ഡിക്ക് എബൌട്ട് ആയിട്ടാണ്. കാരണം D ആണ് നമ്മുടെ കോമൺ ജോയിന്റ്. എപ്പോഴും നിങ്ങൾ ചെയ്യാൻ നേരം ഏതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന ജോയിന്റ് നോക്കുക. അതായത് എപ്പോഴും സ്ട്രെസ് തരുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ഒരു ടൈപ്പ് ആയിരിക്കും. അതായത് കുറെ മെമ്പേഴ്സ് ഒരു ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന തരത്തില്. അപ്പൊ ആ ഒരു കോമൺ മീറ്റിംഗ് ജോയിന്റിലായിരിക്കും നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വരിക. ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാല് ആ ഡിക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ട് നിങ്ങൾ ഓരോ മെമ്പറിന്റെയും തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ BD എന്നല്ല പറയേണ്ടത്, DB എന്നാണ് പറയേണ്ടത്. എവിടെയാണോ തീറ്റ മെഷർ ചെയ്യുന്നത് ആദ്യത്തെ ജോയിന്റ്, ആ ജോയിന്റിന്റെ വിത്ത് റെസ്പെക്ട് ആയിട്ട് പറയാം മെമ്പറിനെ DB എന്ന് പറയാം. ഓക്കെ, അപ്പം എലമെന്റ് 2 എന്ന് പറയുന്നത് DB. ഇനി എഴുതേണ്ടത് എന്താണ്? DB എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്? ഡിയിലെ കോർഡിനേറ്റ്സ് 1ഉം 2ഉം, ബിയിലെ കോർഡിനേറ്റ്സ് 5ഉം 6ഉം. അതെടുത്ത് എഴുതി വെക്കാം. 1ഉം 2ഉം 5ഉം 6ഉം. അപ്പൊ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു കോർഡിനേറ്റ്സ്. അതായത് DA എന്ന് പറയുന്ന മെമ്പറിന്റെ ആദ്യത്തെ ജോയിന്റിൽ ഉണ്ടാവുന്ന കോർഡിനേറ്റ് 1ഉം 2ഉം, രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാവുന്നത് 3ഉം 4ഉം. അപ്പൊ നമുക്ക് ഇവിടെ മെട്രിക്സ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ഇവിടെ ഒന്ന് അത് മുകളിൽ എഴുതി വെക്കുക. അതായത് 1 2 3 4 അല്ലേ ഇവിടെ വരുന്നത്. 1 2 3 4 എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ കുറച്ച് നീക്കി എഴുതി വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് വാല്യൂസ് എടുക്കാനുണ്ട്. 1 2 3 4, അതുപോലെ തന്നെ 1 2 3 4. ഓക്കെ, അപ്പൊ നമ്മളുടെ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സിലെ എലമെന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ്. അപ്പം ഓരോ കോർഡിനേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എടുക്കുന്ന എലമെന്റിന്റെ അതേ ഓർഡറിൽ കോർഡിനേറ്റ്സ് എഴുതുക. ആ കോർഡിനേറ്റ്സ് ഫൈനലി നമുക്ക് കിട്ടുന്ന എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ മുകളിലായിട്ട് റോയിലും കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ഇത്ര എഴുതി വെച്ചാൽ മതി. വാല്യൂ എടുക്കുന്നത് ലാസ്റ്റ് 3 എലമെന്റ് മെട്രിക്സ് എഴുതി കഴിഞ്ഞിട്ട്. പിന്നെ സെക്കൻഡ് എലമെന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? 1 2 5 6 എന്നാണ് അല്ലെ? അപ്പോൾ ആദ്യം ഇതിന്റെ തീറ്റ അറിയണം. തീറ്റ അറിയാനായിട്ട് BD അല്ലേ മെമ്പർ? BD എന്ന് പറയുന്ന മെമ്പർ ഇതുപോലെ ഇരിക്കുന്നു. ഇതിന്റെ നമുക്ക് ആംഗിൾ അറിയണം. ഞാനിത് എടുത്ത് വരയ്ക്കാം. ഇതാണ് BD. ഡിക്ക് അബൌട്ട് ആയിട്ടാണ്
ആംഗിൾ മെഷർ ചെയ്യാൻ നേരം ഗ്ലോബൽ എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇതാണ് തീറ്റ വരിക. നമുക്ക് തീറ്റ അറിയണമെങ്കിൽ ഇതാ ഈ ഒരു ആംഗിൾ കിട്ടണം ആദ്യം. ഈ ഒരു ആംഗിൾ കിട്ടിയാൽ ഈ ഒരു ആംഗിൾ പ്ലസ് ഇത്രയും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ തീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ അറിയാനായിട്ട് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 മീറ്റർ, അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4 മീറ്റർ. നേരത്തെ ചെയ്ത പോലെ തന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് 4/3, തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 4/3. ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് പറഞ്ഞാല് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഗ്ലോബൽ എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വരച്ചത് എന്തായിരുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിക്കുക. എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും വരും തീറ്റയുടെ വാല്യൂ. എക്സ് ആക്സിസിൽ നിന്ന് ആ മെമ്പർ എങ്ങനെ ഓറിയന്റ് ചെയ്തു എന്നുള്ളത് എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം വരയ്ക്കാൻ. നമുക്ക് കാണേണ്ടത് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് വലിയൊരു ആംഗിൾ വരും. അതിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒരു ആംഗിൾ ആദ്യം കാണാം. ഈ ഒരു ആംഗിൾ ആദ്യം കാണാം. എന്നിട്ട് അതിനോട് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു ആംഗിൾ കാണാനായിട്ട് ടാൻ തീറ്റ ടാൻ തീറ്റ അല്ല ഫൈൻ എടുക്കാം. ടാൻ ഫൈ എന്ത് വന്നു? 3/4 വരും. ടാൻ ഫൈ ഇതല്ലേ ഫൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് ആണ്. ഹൈറ്റ് 3 മീറ്റർ. ദെൻ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ ഫൈ. എത്രയാ? 3/4. അതിൽ നിന്ന് ഫൈയുടെ വാല്യൂ എത്ര വന്നു? നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ. എത്ര വന്നു? ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ടാൻ ഇൻവേഴ്സ് 3/4. Okay, 36.87 ഡിഗ്രി കിട്ടി. അതെന്താണ്? ഫൈ ആണ്. നമുക്ക് എഴുതേണ്ട വാല്യൂ തീറ്റ ആണ്. തീറ്റ അപ്പൊ എത്രയായിരിക്കും? തീറ്റ അപ്പൊ എത്രയായിരിക്കും? 180 plus 36.87. ഓക്കെ, 180 plus 36.87. എത്രയാ വാല്യൂ? 216.87 ഡിഗ്രി. ഇതാണ് തീറ്റ. ഇനി ഇത് വെച്ചിട്ട് കാണാം സി സ്ക്വയർ എന്താണ്, എസ് സ്ക്വയർ എന്താണ്, സി എസ് എന്താണ്. വാല്യൂസ് ഞാൻ എഴുതരാം, കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. സി സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 216.87, കോസ് സ്ക്വയർ 216.87, വാല്യൂ 0.64. എസ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 216.87, അതിന്റെ വാല്യൂ 0.36. സി എസ് എന്ന് പറയുമ്പോൾ കോസ് 216.87 into sin 216.87, എത്രയാണ്? 0.48. വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ബി ഡിയുടെ ലെങ്ത് ആണ്. ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ബി ഡി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അഗെയിൻ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ്ലി എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. എന്താ ഇവിടെ K2 എന്ന് പറയുന്നത് AE ബൈ എല്ലിന്റെ വാല്യൂ 5 മീറ്റർ. ആദ്യം എന്താണ്? സി സ്ക്വയർ 0.64, സി എസിന്റെ വാല്യൂ 0.48, സി എസിന്റെ വാല്യൂ 0.48, എസ് സ്ക്വയർ 0.36. ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും ഇപ്പുറം വരിക, മൈനസ് 0.64
minus 0.48 minus 0.48 minus 0.36. ഇത് തന്നെ ഇപ്പുറത്തെ ഡയഗണൽ ആയിട്ട് എഴുതുക. ഇത് തന്നെ ഇവിടെ എഴുതുക. ഇതാണ് രണ്ടാമത്തെ മെമ്പറിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ക്ലിയർ ആയോ ഇത്തരം കാര്യങ്ങൾ? ഇനി എഴുതേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കോർഡിനേറ്റ്സിനെ ഇതിന് മുകളിലേക്ക് എഴുതാം. 1 2 5 6 1 2 5 6. സിമിലർലി ഇവിടെയും 1 2 5 6. ഇത് എഴുതുന്നത് ഒരിക്കലും മാറിപ്പോകരുത്. ഇവിടെ മാറിപ്പോയാൽ നിങ്ങൾ വാല്യൂ എടുക്കുന്നത് തെറ്റും, ഫൈനൽ റിസൾട്ടും മാറിപ്പോകും. ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ അശ്രദ്ധകൾ വരരുത്. കാരണം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ തീറ്റ എടുക്കുന്നത് ആ തീറ്റ വിത്ത് റെസ്പെക്റ്റു ആയിട്ട് മെമ്പർ എഴുതാം. എന്നിട്ട് ആ മെമ്പറിൽ ആദ്യത്തെ ജോയിന്റ് ഏതാണ് അവിടുത്തെ കോർഡിനേറ്റ് എഴുതാം, രണ്ടാമത്തെ കോർഡിനേറ്റ് ഏതാണ് അവിടുത്തെ രണ്ടാമത്തെ ജോയിന്റ് ഏതാണ് അവിടുത്തെ കോർഡിനേറ്റ് എഴുതാം. എന്നിട്ട് അതിനെ നമ്മൾ സീരീസ് ആയിട്ട് ഈ ഒരു മെട്രിക്സിന് മുകളിലായിട്ടും കോളത്തിന് അബൌട്ട് ആയിട്ടും എഴുതാം. ഇതുപോലെ എലമെന്റ് 3യുടെ കൂടെ ചെയ്യാം. എലമെന്റ് 3 ഏതാണ്? ഡി സി. അപ്പൊ ഞാൻ ഡിക്ക് അബൌട്ട് ആയിട്ടാണ് തീറ്റ കാണുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, ഡി സി എന്നാണ് മെമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ വരുന്ന കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ഡിയില് 1ഉം 2ഉം, സിയില് 7ഉം 8. അങ്ങനെ 4 കോർഡിനേറ്റ്സ് ഉണ്ട്. ഡി സിയില് ഡിയുടെ തീറ്റ കാണണം. അപ്പൊ ആദ്യം ഞാൻ ആ ഒരു എലമെന്റിനെ എടുത്തു വരയ്ക്കാം. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററും ഇതിന്റെ ഡി സിക്ക് ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്ററുമാണ്. തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി. ഇതാണ് ഡി സി. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ. നമുക്ക് തീറ്റ മെഷർ ചെയ്യേണ്ടത് ഡിക്ക് അബൌട്ട് ആയിട്ട് എങ്ങനെ? എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതുപോലെ വേണം എന്ത് കാണാൻ? നമുക്ക് തീറ്റ കാണാൻ. ഇതാണ് തീറ്റ. അപ്പൊ ഇവിടെ തീറ്റ കാണാൻ എളുപ്പം എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ കാണാം. ഈ ഒരു ആംഗിൾ കാണാം. ഇതിനെ ഞാൻ 5 എന്ന് വിളിക്കാം. ഈ ഒരു 5 കണ്ടിട്ട് 360ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് തീറ്റ കിട്ടും ഡയറക്ട്ലി. അപ്പൊ ആദ്യം tan 5 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. tan 5 ഈക്വൽ ടു 3/4. 5യുടെ വാല്യൂ നേരത്തെ നമ്മൾ tan ഇൻവേഴ്സ് 3/4 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3/4 tan ഇൻവേഴ്സ് 3/4 എന്ന് പറയുന്നത് 36.87 ഡിഗ്രി. ഇനി അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ എന്ത് തോന്നുന്നു? തീറ്റ എന്ന് പറയുന്നത് ആകെ 360 ഡിഗ്രിയാണ് അല്ലെ? അതിൽ നിന്ന് 5യുടെ വാല്യൂ മൈനസ് ചെയ്താൽ തീറ്റ കിട്ടി. അപ്പം 360 ഡിഗ്രി മൈനസ് 36.87 ഡിഗ്രി. കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 323.13 ഡിഗ്രി. തെറ്റുണ്ടെങ്കിൽ പറയാ. ഇതാണ് തീറ്റയുടെ വാല്യൂ. ഇവിടെ ലെങ്ത് എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. നോക്ക്, ഇതും ഹൈറ്റ് 3 മീറ്റർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 4 മീറ്റർ. നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √3² + 4². ലെങ്ത് എന്ത് വന്നു? ലെങ്ത് ഓഫ് ഡി സി എന്ന് പറയുന്നത് 5 മീറ്റർ തന്നെ വരും. ഇനി c², s², cs വാല്യൂ. c² എന്ന് പറയുന്നത് 4², തീറ്റ ഇവിടെ 323.13 ഡിഗ്രി ഈക്വൽ ടു s² എന്ന് പറഞ്ഞാൽ sin² 323.13, cs എന്ന് പറഞ്ഞാൽ cos 323.13, sin 323.13. ഞാൻ വാല്യൂസ് എഴുതി തരാം. c²ന്റെ വാല്യൂ 0.64, s²ന്റെ വാല്യൂ 0.36 ആൻഡ് cs-ന്റെ വാല്യൂ -0.48. ഇനി എന്താണ്? എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. A3 തേർഡ് എലമെന്റ് AE/L. L ന്റെ വാല്യൂ ഇവിടെ 5 മീറ്റർ. മെട്രിക്സ് ഓപ്പൺ ചെയ്യാം.
C square 0.64, CS value minus 0.48, minus 0.48, again minus 0.48, S square എന്ന് പറയുന്നത് 0.36. ഇനി ഇതിന്റെ നെഗറ്റീവ് ആണ് റൈറ്റ് സൈഡിൽ വരാം. ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ minus 0.64, minus of minus 0.48 എന്ന് പറഞ്ഞാൽ 0.48, ഇതിന്റെ നെഗറ്റീവ് 0.48, then minus 0.36, ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് എഴുതുക. 0.64, 0.48, ഇതില് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി എന്താണ് എഴുതേണ്ടത്? കോർഡിനേറ്റ്സ് എഴുതണം കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ. ഇവിടെ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ് എഴുതിയിട്ടുള്ളത്? എലമെന്റ് 3 എന്ന് പറയുന്നത് DC ആണ്. DCയിലെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? Dയില് 1ഉം 2ഉം, Cയില് 7ഉം 8ഉം അല്ലെ. അപ്പൊ ആ ഒരു കോർഡിനേറ്റ്സ് കൂടെ എടുത്തെഴുതാനായിട്ട് ഇതിന്റെ ഒപ്പം തന്നെ എഴുതണം. എലമെന്റ് 3 എന്ന് പറയുന്നത് DC ആണ്. അവിടുത്തെ കോർഡിനേറ്റ്സ് 1, 2, 7, 8. ഇതിനെ ഇവിടെ എഴുതുക. 1, 2, 7, 8, 2, 7, 8. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആകെയുള്ള മെട്രിക്സിന്റെ എലമെന്റ്സ് ഇപ്പൊ നോക്കാം. ഇവിടുത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ 1, 1, 1 എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഇവിടെ 1 എവിടെയാണോ അതുപോലെ കോളത്തിൽ 1 എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് എടുക്കാം. നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതാം. കമ്പൈൻ ചെയ്ത് എഴുതാൻ നേരം നോക്കാം. ഇവിടെ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? 8 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 8 കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ വരുന്ന K മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 8/8 മെട്രിക്സ് ആയിരിക്കും. അതൊരു വലിയ മെട്രിക്സ് ആയിരിക്കും. നമുക്ക് പക്ഷേ ആകെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡേ ഉള്ളൂ അല്ലെ. ആ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബാക്കി വരുന്ന മെമ്പർ ഫോഴ്സുകളെ. അപ്പം ഈ 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K മെട്രിക്സ് മാത്രം എഴുതിയാൽ മതി. അതായത് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് വരുന്ന എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂസിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. K മെട്രിക്സ് എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആയിരിക്കും, കാരണം ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് K12, K22 അല്ലേ വരുന്നത്. 2/2 മെട്രിക്സ് ആണ്. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മുടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉം അല്ലേ. ഡി എന്ന് പറയുന്ന ജോയിന്റിൽ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. അതാണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത്. അത് ഏതൊക്കെയാ? 1ഉം 2ഉം. സപ്പോസ് നിങ്ങൾ നോക്കുക, ഇവിടെ ഡിയിലാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊടുത്തിട്ടുള്ളത് 1ഉം 2ഉം. സപ്പോസ് നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എയിലാണെന്ന് കരുതാം. എയിലാണെന്ന് കരുതിയാൽ ഇവിടെ വരുന്ന കോർഡിനേറ്റ്സ് 3ഉം 4ഉം ആണ്. അപ്പൊ നമുക്ക് വരുന്ന മെട്രിക്സിൽ എടുക്കേണ്ട എലമെന്റ്സ് 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇവിടെ ഡിയിലാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അതുകൊണ്ട് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ്സ് 1ഉം 2ഉം ആയതുകൊണ്ട് ഞാൻ എഴുതുന്നു K12, K11, K12, K21 and K22. സപ്പോസ് നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള കോർഡിനേറ്റ്സ് 3ഉം 4ഉം ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണ്? K33, K34, K43, K44. അപ്പൊ ഏത് ജോയിന്റിലെ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് അത് വേണം നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്ന ഈ ഒരു കാര്യത്തിൽ എഴുതാൻ. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മുടെ ഡി എന്ന് പറയുന്ന ജോയിന്റിലാണ്. ആ ജോയിന്റിലെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. അതുകൊണ്ടാണ് K11, K12, K21, K22 എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമുക്ക് ആകെ ഈ ഒരു മെട്രിക്സിൽ വേണ്ടത് ഇത്രയും വാല്യൂസ് മതി. ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. K11, K12, K21, K22. അപ്പൊ നമുക്ക് ആദ്യം K11ന്റെ വാല്യൂ എന്താണെന്ന് അറിയണം, K12ന്റെ വാല്യൂ എന്താണെന്ന് അറിയണം, K21ന്റെ വാല്യൂ എന്താണെന്ന് അറിയണം, K22ന്റെ വാല്യൂ ആണ്. K11 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് റോയില്
ഒന്നാമത്തതും കോളത്തില് ഫസ്റ്റ് എലമെന്റ് അല്ലെ, അങ്ങനെയല്ലേ K11. K12 എന്ന് പറഞ്ഞാല് ഇതില് 1 റോയില് ഫസ്റ്റ് നമ്പർ വരുന്നതും കോളത്തില് സെക്കൻഡ് നമ്പർ വരുന്നതും അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള 3 മെട്രിക്സുകൾ ഉണ്ട്. 3 മെട്രിക്സ് ആദ്യത്തെ എലമെന്റിനും രണ്ടാമത്തെ എലമെന്റിനും മൂന്നാമത്തെ എലമെന്റിനും കൂടെ നമ്മൾ 3 മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ആ 3 മെട്രിക്സിൽ നിന്നും ഈ നമ്മൾക്ക് വേണ്ട വാല്യൂസ് എടുത്ത് എഴുതാം. അതായത് ഇവിടെ നോക്കാം, ഇതാണ് ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂസ് ഉണ്ട് ഇതിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോർഡിനേറ്റ്സ് എഴുതണം എന്ന് പറഞ്ഞത്. നമുക്ക് വേണ്ടത് ആദ്യം K11 ആണ്. ഇവിടെ റോ 1ന് കറസ്പോണ്ടിങ് ആയിട്ടും കോളം 1ന് കറസ്പോണ്ടിങ് ആയിട്ടും റോ 1ന് കറസ്പോണ്ടിങ് ആയിട്ടും വരുന്ന വാല്യൂ എടുത്ത് എഴുതാം. അത് ഏതാണ് ഇവിടെ 0.64 ആണ്. നോക്കാം, 1ഉം കോളത്തിൽ 1ഉം റോയിൽ 1ഉം അത് 0.64. ഇനി AE/5 ഇവിടെ പുറത്തുണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇനി അതുപോലെ സെക്കൻഡ് എലമെന്റിന്റെ 1 മൂന്ന് മെട്രിക്സുകളിലും നമുക്ക് 1 വരുന്നുണ്ട് ഇല്ലേ. ഇവിടെ ഏതാണ് 1 ഈ വാല്യൂ 0.64. അതുപോലെ മൂന്നാമത്തേലും 1 എന്ന് പറയുന്നത് 0.64. ഇതിന്റെ 3 എലമെന്റിന്റെയും 3 മെട്രിക്സിലെയും ആ 1 എന്ന് പറയുന്ന വാല്യൂന്റെ സം ആയിരിക്കും നമുക്ക് വരുന്ന നെറ്റ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിലെ K11 വാല്യൂ. ഇവിടെ 0.64, ഇവിടെ 0.64, ഇവിടെ ഏതാണ് 0.64. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. ദെൻ പുറത്ത് AE/5 കിടപ്പുണ്ട്, അതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. എങ്ങനെ എഴുതാം എനിക്ക്? K11 എന്ന് പറയുന്നത് മൂന്ന് എലമെന്റിലെ 0.64 ഉണ്ട്. ആ AE ഞാൻ പുറത്തിടാണ്. ശരിക്കും AE/5 ഉണ്ട്. ആ 5നെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. എങ്ങനെ വരും? 0.64/5 പ്ലസ് 0.64/5 പ്ലസ് 0.64/5. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? 3 സ്റ്റിഫ്നെസ് മെട്രിക്സുകളുടെയും ആദ്യത്തെ, അതായത് നമുക്ക് K11 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ, അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ വാല്യൂ എടുക്കുക. പുറത്തൊരു AE/5 ഉണ്ട്. അപ്പൊ ഞാൻ ആ AE/5ല് 1/5ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.64/5ഉം അങ്ങനെ 3 എലമെന്റിലെ വാല്യൂസിനെ, 3 സ്റ്റിഫ്നെസ് മെട്രിക്സുകളിലെ വാല്യൂസിനെ സം ചെയ്ത് എഴുതാം. ഇതാണ് എന്റെ K11. ഇതുപോലെ K12 ആണ്. K12 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് കോളം സെക്കൻഡ് റോ അല്ലെ. ആദ്യത്തെ എലമെന്റിൽ നമുക്ക് ഏതാണ് കാണേണ്ടത്? K12. അപ്പൊ ഇവിടെ 1ഉം റോയില് 2. അപ്പൊ ഏതാണ് വാല്യൂ വരിക? 1ല് 2, ഈ ഒരു വാല്യൂ. അതുപോലെ അതേതാണ് -0.48. അപ്പൊ -0.48/5 വരും. ഇനി സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് മെട്രിക്സിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ, അതേതാ 0.48. അതുപോലെ തന്നെ മൂന്നാമത്തേല് ഫസ്റ്റ് കോളം സെക്കൻഡ് റോ K12 ആണ് നമുക്ക് കാണേണ്ടത്, അതുകൊണ്ടാണ്. അതേതാണ് വാല്യൂ? -0.48. അപ്പൊ 2 -0.48ഉം ഒരു 0.48. ക്ലിയർ അല്ലേ? /5 ഉണ്ടാകും, അത് മറക്കരുത്. വാല്യൂസ് എഴുതാൻ നേരം ആദ്യത്തേത് -0.48/5, രണ്ടാമത് +0.48/5, again -0.48/5. ഇനി ഏതാണ് നമുക്ക് കണ്ടത്? K21. K21 എന്ന് പറഞ്ഞാല് സെക്കൻഡ് കോളം ഫസ്റ്റ് റോ. ഇവിടെ 2ഉം ഇവിടെ 1ഉം. ഏതാണ്? ഇവിടെ 2, ഇവിടെ 1 വരുന്നത് -0.48. അടുത്തതിൽ വരുന്ന വാല്യൂ 0.48. വീണ്ടും 2ഉം 1ഉം -0.48. എളുപ്പമല്ലേ? ജസ്റ്റ് ആ വാല്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോർഡിനേറ്റ്സ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് എളുപ്പം കിട്ടും. ഏതൊക്കെയാണ്? -0.48/5. ഈ 5 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ
നമുക്ക് ഓരോ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിനും പുറത്തൊരു AE/L കിടപ്പുണ്ട്. ഇവിടെ 3 മെമ്പറിന്റെയും എല്ലിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 5നെ പുറത്തിടാം. പക്ഷേ ചില കേസിൽ മെമ്പറിന്റെ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ 3 മെമ്പർ ഉണ്ടെങ്കിൽ 3 മെമ്പറിന്റെയും എല്ല് ഡിഫറെന്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എല്ല് പുറത്തേക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഈ by5 അല്ലെങ്കിൽ by L എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യാം. മറക്കരുത്, ഇവിടെ എല്ലാം കോമൺ ആണ്. എന്നാലും മറ്റു പ്രോബ്ലങ്ങളിലൊക്കെ എല്ലിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാകും. ഇനി ഫൈനലി നമുക്ക് കാണാനുള്ളത് K22, അതായത് രണ്ടിലും സെക്കൻഡ് വാല്യൂ വരുന്നത്. അതേത് വരും വാല്യൂ? K22 എന്ന് പറയുന്നത് സെക്കൻഡ്, ഇവിടെ രണ്ടാമതിനും ഇവിടെ സെക്കൻഡിനും 2നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 0.36. ഇവിടെയും 2നും കറസ്പോണ്ടിങ് ആയിട്ട് 0.36. അതുപോലെ ഇവിടെയും സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0.36. എളുപ്പമല്ലേ? ഇവിടെ 3ഉം 0.36 ആണ്, പ്ലസ് വാല്യൂ ആണ്. 0.36/5 plus 0.36/5 plus 0.36/5. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂസ് എഴുതാം. ഇങ്ങനെയാണ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതുന്നത്. കമ്പൈൻഡ് ആയിട്ടുള്ള മെട്രിക്സ് വാല്യൂ AE പുറത്തുണ്ടാകും. വാല്യൂസ് പറയാമോ? മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇത് ആഡ് ചെയ്തിട്ട്. വാല്യൂസ് പറയൂ. .384. 0.384. ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂസ് പെട്ടെന്ന് പറയുക. ഞാൻ വാല്യൂസ് എഴുതി തരാം, നിങ്ങൾ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് പറയാം. ചെയ്ത് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും സ്റ്റിഫ്നെസ് മെട്രിക്സ് എല്ലാം എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അങ്ങനെ വരുന്നുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് വരുന്ന 2 എലമെന്റ് സെയിം ആണ്. ഇനി അപ്പൊ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി, അതായത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടി. വൺസ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് എഴുതേണ്ടത് എന്താണ്? P മെട്രിക്സ്. എളുപ്പമാണ് P മെട്രിക്സ് ഇതിൽ എഴുതാനായിട്ട്. ജസ്റ്റ് ഫിഗറിൽ നോക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് D എന്ന് പറയുന്ന ജോയിന്റിലാണ്. ആ ജോയിന്റിൽ തന്നെ നമുക്ക് എപ്പോഴും ഫോഴ്സ് തന്നിട്ടുണ്ടാകും. ഓക്കെ, ഏതാണോ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഏത് ജോയിന്റിലാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് അവിടെ തന്നിട്ടുള്ള ജോയിന്റ് ലോഡ് എടുക്കുക. അപ്പൊ ഇവിടെ ഏതാണ്? ഒരു 50 കിലോ ന്യൂട്ടൺ ഉണ്ട്, 80 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ 50 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അതുപോലെ 80 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് 1 ഏതാണ്? ഡയറക്ഷൻ. കോർഡിനേറ്റ് 1 എന്ന് പറയുന്നത് ഇതാണ് ഡയറക്ഷൻ. അതുപോലെ കോർഡിനേറ്റ് 2 എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പി എന്ന് പറയുന്ന ലോഡ്, അതായത് 50 കിലോ ന്യൂട്ടൺ. അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റ് അപ്വേർഡ് ഡയറക്ഷനിലാണ്, തന്നിട്ടുള്ള ലോഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പം P മെട്രിക്സ് എഴുതാൻ നേരം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതാം, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എഴുതാം.
ഡയറക്ഷൻ ശ്രദ്ധിക്കുക. 1ന് ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക, 2ന് ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഇവിടെ രണ്ട് കേസിലും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമുക്ക് -50 -80. ഫസ്റ്റ് കോർഡിനേറ്റിൽ 50, സെക്കൻഡ് കോർഡിനേറ്റിൽ 80. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് വരും. അത്രയേ ഉള്ളൂ പി മെട്രിക്സ്. ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. എന്താണ് നമ്മുടെ പി മെട്രിക്സ്? പി മെട്രിക്സ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള ലോഡ് -50 -80. കിട്ടിയില്ലേ? ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് കെ മെട്രിക്സ് അറിയാം, പി മെട്രിക്സ് അറിയാം. ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണേണ്ടത് ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഡയറക്റ്റ് ഇക്വേഷൻ ഇതാ, പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ, സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് പി മെട്രിക്സ് അറിയാം, കെ അറിയാം, ഡെൽറ്റ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പി എന്താണ്? -50 -80 ഈക്വൽ ടു കെ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എ ഇൻറ്റു 0.384 minus 0.096 minus 0.096 0.216 into delta 1 delta 2. delta 1 and delta 2 എന്താണ്? നമ്മുടെ രണ്ട് കോർഡിനേറ്റ്സിന്റെ ലോങ് ആയിട്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഇക്വേഷൻ ഫോം ചെയ്യാം. ഡെൽറ്റ 1ന്റെ ഡെൽറ്റ 2ന്റെ വാല്യൂ അറിയാം. എങ്ങനെ? ഞാൻ ഈ എന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാണ്, ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ 0.384 delta 1 minus 0.096 delta 2 equal to -50. ഈ എനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്, ബൈ എ. ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത് എഴുതുമ്പോൾ -0.096 delta 1 plus 0.216 delta 2 equal to -80 divided by AE. സെക്കൻഡ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ 1ന്റെയും ഡെൽറ്റ 2ന്റെയും വാല്യൂ കിട്ടും. എ നിങ്ങൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം, അതായത് എ കൺസിഡർ ചെയ്യാതെ ഡെൽറ്റ 1 ഡെൽറ്റ 2 കാണാം. അവസാനം ഡെൽറ്റ 2 കിട്ടുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ എ എഴുതിയാൽ മതി. എത്ര വന്നു? ഡെൽറ്റ 1 ഡെൽറ്റ 2 വേഗം പറയും. ഗോപിക. മിസ് ചെയ്യുന്നു. -200.52. സെക്കൻഡ്. മൈനസ് 200.52 ആണോ? എല്ലാവർക്കും ആ വാല്യൂ വന്നത്? -250.65. ഓക്കെ, അതാണ് വരിക. ചെക്ക് ചെയ്യേ ഒന്ന്. -250.65 ആൻഡ് ഡെൽറ്റ 2ന്റെ വാല്യൂ -481.77. ഓക്കെ. ഒരു ബൈ എ ഉണ്ട്, അതാരും മറക്കരുത്. ഇതിനെ മെട്രിക്സ് ഫോമിൽ കൂടെ എഴുതാം. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ 1 ഡെൽറ്റ 2. 1/AE പുറത്ത് എഴുതുക, 1/AE. മെട്രിക്സ് ഫോമിൽ എടുത്ത് എഴുതണോട്ടോ. സ്റ്റെപ്പിനൊക്കെ മാർക്കുള്ളതാ. -481.77.
ഇതാണ് എന്ത് ഡെൽറ്റ മെട്രിക്സ്. ഇനി ഡെൽറ്റ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്പർ ഫോഴ്സ് കിട്ടുകയാണ്. ആ ഇക്വേഷൻ ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ഇക്വേഷനിൽ ഇവിടെ ഇപ്പം നമുക്ക് ഡെൽറ്റ 1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ജോയിന്റില് ഫസ്റ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എന്ത് -250.61, അതാണ് ഡെൽറ്റ 1. അതുപോലെ ജോയിന്റ് ഡിയില് സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് ഡെൽറ്റ 2, അതായത് -481.77. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ പറയാം? ഡെൽറ്റ എന്ത് പറയാം? ഡെൽറ്റ ഇൻ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലായിരുന്നു. അപ്പൊ ഡെൽറ്റ ഇൻ എക്സ് ഡയറക്ഷൻ അറ്റ് ജോയിന്റ് ഡി. അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റിന് അലോങ് ആയിട്ടാണ് ഡെൽറ്റ 2 ജോയിന്റ് ഡിയിൽ. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോർഡിനേറ്റ് ആയിരുന്നു. അതായത് ഡെൽറ്റ വെർട്ടിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, വൈ അറ്റ് ഡി. ഇങ്ങനെയാണ് നമുക്ക് ഈ ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിയുമ്പം, അതായത് ഡിഫ്ലക്ഷന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് എഴുതേണ്ടത്, അതായത് സൈഡിൽ തന്നെ എഴുതി നോക്കാം ഏതാണ് കോർഡിനേറ്റ്. അപ്പൊ ഫസ്റ്റ് ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, അപ്പം എക്സ്. ഇനി ജോയിന്റ് ഏതാണ്? ഡി എന്ന് പറയുന്ന ജോയിന്റിലാണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്, അപ്പൊ ഡി. ഇനി ഡെൽറ്റ 2 എന്ന് പറയുന്നത് സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അപ്പൊ അത് വൈ ആക്സിസ്, വൈ. ഇനി ജോയിന്റ് ഏതാണ്? ഡി. അപ്പൊ ഡെൽറ്റ എക്സ് ഡി കിട്ടി, ഡെൽറ്റ വൈ ഡി കിട്ടി. ഇത് വേണം നമുക്ക്. അപ്പൊ ഇനി ഇക്വേഷനിൽ നമ്മുടെ മെമ്പർ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനിൽ ഇങ്ങനെയാണ് ടേംസ് എടുക്കുന്നത്. അപ്പൊ അത് ആ ഒരു ടേംസിലേക്ക് ആക്കാനായിട്ടാണ് ഞാൻ ഇവിടെ അത് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? മെമ്പർ ഫോഴ്സസ്. സ്റ്റെപ്പ് 5 മെമ്പർ ഫോഴ്സസ്. ഈ ഒരു സ്റ്റെപ്പോടെ ഈ പ്രോബ്ലം തീർന്നു. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. ആദ്യത്തെ മെമ്പർ ഏതൊക്കെയാണ് ഇവിടെ മെമ്പർ ഉള്ളത്? ഡി എ, ഡി ബി, ഡി സി. ആദ്യം എഫ് ഡി എ, ഫോഴ്സ് ഇൻ മെമ്പർ ഡി എ. എഴുതുന്ന ഓർഡർ നിങ്ങൾ മാറരുത്. ഏതാണ് ആദ്യത്തെ ജോയിന്റ് ആ ജോയിന്റ് തന്നെ എഴുതാം. എഫ് ഡി എക്ക് പകരം നിങ്ങൾ എഫ് എ ഡി എഴുതാണെങ്കിൽ ഇക്വേഷൻ മാറി, അതൊക്കെ ഓർക്കുക. ഇപ്പൊ എഫ് ഡി എയുടെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എന്താണ്? അത് എഫ് ഡി എ ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇ ബൈ എൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. അപ്പൊ ആ എ ഫസ്റ്റ് ജോയിന്റ്, ബി സെക്കൻഡ് ജോയിന്റ്. ഇവിടെ എക്കും ബിക്കും പകരം ഫസ്റ്റ് ജോയിന്റ് ഇവിടെ ഡി ആണ്, സെക്കൻഡ് ജോയിന്റ് എ ആണ്. അങ്ങനെ കൊടുക്കുക. ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എക്സ് എ മൈനസ് ഡെൽറ്റ എക്സ് ബി cos theta dA plus delta YA minus delta YB into sin theta dA. ഇതാണ് ഡി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. അപ്പം ഈ ഡി എ മാറുന്ന അനുസരിച്ച് ഡി എക്ക് പകരം ഇപ്പം ഡി ബി വരാണെങ്കിൽ എ വന്നെടുത്ത് ബി ആകും. അങ്ങനെ കോസ് ഡി എക്ക് പകരം കോസ് ഡി ബി ആകും. അതുപോലെ ഇവിടെ എ ഇ ബൈ എൽ, ഡി എയുടെ ലെങ്ത് എത്രയാണ്? 5 മീറ്റർ ആയിരുന്നു അല്ലെ? എ ഇ ബൈ 5 ഇൻറ്റു ഡെൽറ്റ എക്സ് എ. ഡെൽറ്റ എക്സ് എ എന്ന് പറയുന്നത് ജോയിന്റ് എയിൽ ഉണ്ടാകുന്ന എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ജോയിന്റ് എ ഏതായിരുന്നു? അപ്പൊ ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതാണ് ജോയിന്റ് എ, ബി, സി, ഡി. ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എവിടെ മാത്രമാണ്? ഡി എന്ന് പറയുന്ന ജോയിന്റിൽ മാത്രമാണ്. നമ്മളുടെ ഡെൽറ്റ എക്സ് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ജോയിന്റില് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? സപ്പോർട്ട് അല്ലേ? സപ്പോർട്ടിൽ എപ്പോഴും ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പൊ ഡെൽറ്റ എക്സ് എ എന്ന് പറയുന്നത് 0 മൈനസ് ഡെൽറ്റ എക്സ് ഡി.
അതായത് ഡി എന്ന് പറയുന്ന ജോയിന്റിൽ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അതിപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ഡിയുടെ വാല്യൂ എത്രയാ? -250.65 ബൈ ഇ ഐ. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? -250.65 ബൈ എ. ഇനി ഇൻറ്റു കോസ് തീറ്റ ഡി എ. കോസ് തീറ്റ ഡി എന്ന് പറഞ്ഞാൽ ഡിയില് എബൌട്ട് ആയിട്ട് നമ്മൾ എയിലേക്ക് മെഷർ ചെയ്ത ആംഗിൾ ഉണ്ട്. ഫസ്റ്റ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കാണാൻ നേരം നമ്മൾ കണ്ട തീറ്റയുടെ വാല്യൂ അത് എത്രയായിരുന്നു? കോസ് 143.13 അല്ലേ? പ്ലസ് ഡെൽറ്റ വൈ എ. ഡെൽറ്റ വൈ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ജോയിന്റില് വെർട്ടിക്കൽ ഡയറക്ഷൻ വൈ ആക്സിസിന് അലോങ് ആയിട്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ്. ജോയിന്റിൽ സപ്പോർട്ട് ആണുള്ളത്. സപ്പോർട്ട് ആകുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല. അപ്പൊ ഡെൽറ്റ വൈ എ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഡെൽറ്റ വൈ ഡി. ഡെൽറ്റ വൈ ഡി എന്താണ്? ഡി എന്ന് പറയുന്ന ജോയിന്റിൽ വൈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ വൈ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് -481.77. അതിനെ ഞാൻ എടുത്തെഴുതാ -481.77 ബൈ എ ഇൻറ്റു സൈൻ തീറ്റ ഡി എ. തീറ്റ ഡി എ എന്താണ്? 143.13. ഇത് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ട്ലി ഡി എ എന്ന് പറയുന്ന മെമ്പറിലുള്ള മെമ്പർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വാല്യൂ? ഒറ്റയടിക്ക് ഡയറക്ട്ലി കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 0 ഒക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. 0ക്ക് പകരം ഇവിടെ നോക്കാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പം AE/5 ഇൻറ്റു AE/5 മൾട്ടിപ്ലൈ ചെയ്യണ്ട. ആദ്യം 250.65 ഇൻറ്റു cos 143.13 പ്ലസ് 481.77 സൈൻ 143.13. അത് ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഇനി നോക്കുക നിങ്ങൾ ഇവിടെ എ കോമൺ ആയിട്ട് രണ്ടിടത്തുണ്ട്. ആ എ ഞാൻ പുറത്തെടുത്താൽ ഒരു ഡിവൈഡഡ് ബൈ എ ഉണ്ടാകും. ഇവിടെ ഓൾറെഡി മുകളിൽ ഒരു എ ഉണ്ട്. ഈ എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം കോമൺ ആയിട്ട്. ബാക്കി അപ്പൊ നമുക്ക് വാല്യൂ ഒരു എ ഇല്ലാത്ത ഒരു വാല്യൂ കിട്ടും. എത്രയാണ്? 17.71 കിലോന്യൂട്ടൺ. ഇതാണ് എഫ് ഡി എയിലെ മെമ്പർ ഫോഴ്സ്. ഇതുപോലെ എഫ് ഡി ബിയും എഫ് ഡി സിയും കാണണം. പെട്ടെന്ന് ചെയ്യാം. എഫ് ഡി ബി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും? എ ബൈ ഡയറക്ട്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ ബൈ എൽ. എല്ലിന്റെ വാല്യൂ 5 മീറ്റർ ആണ്. ഡെൽറ്റ എക്സ് എക്ക് പകരം എക്സ് ബി ആവും. ഡെൽറ്റ എക്സ് ബി എന്ന് പറയുന്നത് ജോയിന്റ് ആണ്. ജോയിന്റ് ആവുമ്പോൾ 0 മൈനസ് ഡെൽറ്റ എക്സ് ഡിയുടെ വാല്യൂ -250.65 ബൈ എ കോസ് തീറ്റ. തീറ്റ ബി ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? രണ്ടാമത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള തീറ്റയുടെ വാല്യൂ കോസ് 216.87 പ്ലസ് അഗെയിൻ ഡെൽറ്റ ഇവിടെ എന്താണ്? ബി ആണ്. ഡെൽറ്റ വൈ ബി. വൈ ബി എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല അല്ലെ? 0 മൈനസ് അഗെയിൻ ഡെൽറ്റ വൈ ഡി തന്നെയാണ് വരിക. അപ്പൊ -481.77 ബൈ എ ഇൻറ്റു സൈൻ 216.87. ഇത് ചെയ്യാം. ഇവിടെ എ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വാല്യൂ ആണ്. അതുപോലെ ഫൈനൽ ഒരു മെമ്പർ എന്ന് പറയുന്നത് എഫ് ഡി സി. എഫ് ഡി സി വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഇവിടെ എക്സ് എക്ക് പകരം എക്സ് സി വരും. വൈ എക്ക് പകരം വൈ സി വരും. തീറ്റ ഡി സിയും തീറ്റ ഡി സിയും വരും. ഇവിടെ എക്സ് ഡി കോമൺ ആണ്. വൈ ഡി കോമൺ ആണ്. ഇക്വേഷൻ എങ്ങനെയാണ്? AE/5 ഇൻറ്റു ആദ്യത്തത് ജോയിന്റ് അല്ലേ? സി എന്ന് പറയുന്നത് ജോയിന്റ് ആണ്. അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല. 0 മൈനസ് -250.65 ബൈ AE കോസ് തീറ്റ ഡി സി. തീറ്റ ഡി സി എന്ന് പറയുന്നത് തേർഡ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ നേരം ചെയ്ത് കിട്ടിയ തീറ്റയുടെ വാല്യൂ. അത് എത്രയായിരുന്നു? തീറ്റ എന്ന് പറയുന്നത് 216.87. സോറി,
323.13 അല്ലേ? പ്ലസ് അഗെയിൻ 0 minus 481.77 by AE sin 323.13. ഇവിടെ AE cancellation. FDB യുടെ വാല്യൂ എന്ത് വരും? FDC യുടെ വാല്യൂ എന്ത് വരും? FDB minus 97.91. 97.91 kilonewton. FDC ചെയ്തോ? Minus 17.7. Minus 17.7 kilonewton. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുള്ളത് ഡി എയിലെ മെമ്പർ ഫോഴ്സ്, ഡി ബിയിലെ മെമ്പർ ഫോഴ്സ്, ഡി സിയിലെ മെമ്പർ ഫോഴ്സ്. ശരിയല്ലേ? ഇനി ഇതിന് നിങ്ങൾ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനൊന്ന് ടാബ്ലേറ്റ് ചെയ്ത് എഴുതാം. അതായത് മെമ്പർ ഏതാണ്, അവിടെ കിട്ടിയിട്ടുള്ള ഫോഴ്സ് എത്രയാണ്, ആ ഫോഴ്സിന്റെ നേച്ചർ എന്താണ്, ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ. ഇവിടെ ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ഡി എ, ഡി ബി, ഡി സി. ഡി എയിൽ കിട്ടിയിട്ടുള്ള ഫോഴ്സ് എത്രയാണ്? 17.71. ഫോഴ്സിന്റെ വാല്യൂ മാത്രം എഴുതാം, സൈൻ എഴുതാതിരിക്കുക. 97.91. സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ ഡയറക്ഷൻ ആണ്. അപ്പൊ അത് നേച്ചർ ഓഫ് ഫോഴ്സിൽ എഴുതാം. ഈ 97.91ഉം 17.71 എന്താണ്? നെഗറ്റീവ് ഫോഴ്സ് ആണ്. എ ബിയില് അല്ലെങ്കിൽ ഡി എയിലെ ഫോഴ്സ് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കംപ്രഷൻ ആണ്. ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇങ്ങനെയാണ് ട്രസ്റ്റിൽ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഇത് ചെയ്തതിൽ? ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞു ഡി എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഡിക്ക് അബൌട്ട് ആയിട്ട് നിങ്ങൾ തീറ്റ എടുക്കാൻ. നിങ്ങൾ ചെയ്യാൻ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്ക് അബൌട്ട് ആയിട്ട് വേണമെങ്കിലും തീറ്റ മെഷർ ചെയ്യാം. അതായത് ഇപ്പം എ ഡി എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുകയാണ്. ആ എ ഡിയില് ഇതാണ് എ, ഇതാണ് ഡി. എക്ക് അബൌട്ട് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? തീറ്റ മെഷർ ചെയ്യാം. അപ്പൊ ആ എക്ക് അബൌട്ട് ആയിട്ട് തീറ്റ മെഷർ ചെയ്യാൻ നേരത്ത് തീറ്റ എങ്ങനെ വരും? ഇതുപോലെ വരും തീറ്റ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ കോർഡിനേറ്റ്സ് എടുക്കുമ്പോ എങ്ങനെയാ? ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 3, 4. ഇവിടുത്തെ കോർഡിനേറ്റ്സ് 1, 2. അപ്പൊ എക്ക് അബൌട്ട് ആയിട്ടാണ് നിങ്ങൾ തീറ്റ കാണുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ, കെ മെട്രിക്സ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് കുറെ കിട്ടും. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എഴുതും ഇല്ലേ? എങ്ങനെയാണ്? K1 കുറെ ABCD കുറെ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടി ഈ തീറ്റ യൂസ് ചെയ്തിട്ട്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എയിലാണ് മെഷർ ചെയ്തത്. അപ്പൊ എലമെന്റ് ഏതാണ്? എന്റെ എ ഡി ആണ്. നേരത്തെ നമ്മൾ ഡിക്ക് അബൌട്ട് ആയിട്ടാണ് ചെയ്തത്, നമ്മൾ ഡി എന്ന് എടുത്തു. നിങ്ങൾക്ക് ഏത് ജോയിന്റിൽ വേണമെങ്കിലും തീറ്റ എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണോ തീറ്റ എടുക്കുന്നത് ആ ജോയിന്റ് വേണം ആദ്യം എഴുതാൻ. അതുപോലെ അവിടുത്തെ കോർഡിനേറ്റ് വേണം ആദ്യം എഴുതാൻ. അപ്പൊ ഇവിടെ എയിലാണ് ആദ്യം തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ്സ് ആദ്യം എഴുതാം. 3, 4. ദെൻ ഡിയിൽ എഴുതാം 1, 2. അത് റിവേഴ്സ് ആയിട്ട് എഴുതണം. 3, 4, 1, 2. മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന കോർഡിനേറ്റ്സിന്റെ ഓർഡർ ഓർക്കുക. മെമ്പറിൽ എവിടെയാണ് തീറ്റ മെഷർ ചെയ്യുന്നത് ആ ജോയിന്റിന് അബൌട്ട് ആയിട്ട് എല്ലാം പറയാം. എക്ക് അബൌട്ട് ആയിട്ടാണെങ്കിൽ എ ഡി പറയാം. കോർഡിനേറ്റ് എടുക്കുമ്പോൾ 3, 4, 1, 2 എടുക്കാം. അല്ല ഇപ്പൊ ഡിക്ക് അബൌട്ട് ആയിട്ടാണ് തീറ്റ മെഷർ ചെയ്യുന്നത് എങ്കിൽ
സിക്ക് അബൌട്ട് ആയിട്ടാണ് തീറ്റ മെഷർ ചെയ്യുന്നതെങ്കിൽ ഡി എ എന്ന് പറയാം മെമ്പറിനെ. അപ്പം കോർഡിനേറ്റ്സ് എങ്ങനെ വരും? 1 2 3 4. അത്ര കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഈവൻ മെട്രിക്സിന് വരെ ഫോർമുല ഉണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും? ഇല്ല മിസ്, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ ശരിക്കും സ്ട്രെസ്സിൽ വരുന്ന പ്രോബ്ലം എല്ലാം ഈ ഒരു മോഡലായിരിക്കും. മെത്തേഡ് 1 ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. അത് ഞാൻ ഓൾറെഡി ഒരു അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിരുന്നോ? അത് ഞാൻ ഫ്രൈഡേ ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ്, സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തത്. നിങ്ങൾക്ക് സാറ്റർഡേ ഒക്കെ എക്സാം ഒക്കെ അല്ലേ, അപ്പം മൺഡേയിലത്തെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട്, മൺഡേ എക്സാം കഴിഞ്ഞ് ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ഞാൻ അത് എഡിറ്റ് ചെയ്യാം, ആ സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൽ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ആഡ് ചെയ്ത് തരാം. ഈ ഒരു ട്രസ്റ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് പതുക്കെ ചെയ്ത് വെച്ചാൽ മതി. ഇനി അപ്പം ഇതിന്റെ ഫസ്റ്റ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കി പ്രോബ്ലംസ് ചെയ്യുന്നത്. ഒരെണ്ണം ഹോംവർക്ക് ആയിട്ട് വെക്കുക. ഇപ്പൊ ഞാൻ മെത്തേഡ് 2 ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ബാക്കി എൻവയോൺമെന്റലിന്റെ സെക്കൻഡ് അവർ ഇല്ലേ, അതായത് 4th അവർ എസ് എ തന്നെയായിരിക്കും. അപ്പൊ ആ പ്രോബ്ലത്തിന്റെ ബാക്കി ആ ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മെത്തേഡ് 2 എന്ന് പറയുന്നത് യൂസിങ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇവിടെ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ എങ്ങനെയാണ്, ഡയറക്ട്ലി നമ്മൾ കെ മെട്രിക്സ് കണ്ടു, ഡെൽ ടി കണ്ടു, ഡെൽറ്റ കണ്ടു, ദെൻ ഡയറക്ട്ലി ഫോഴ്സ് കണ്ടു. ഇത്ര 4 സ്റ്റെപ്പുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഏതാണ്? ബീറ്റ. അപ്പൊ ബീറ്റ കൂടെ കൺസിഡർ ചെയ്തിട്ട് ബീറ്റ കൂടെ നമ്മളിവിടെ കണ്ടുപിടിക്കും. എന്നിട്ട് ചെയ്യുന്നതാണ് മെത്തേഡ് 2. ഈസിയാണ്, ഒരു ഒട്ടും ടഫ് അല്ല. അപ്പൊ ആദ്യത്തെ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പ്രോബ്ലം എഴുതിയെടുത്തോളൂ. എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് 4th അവർ ക്ലാസ് ഉണ്ട്. ഇതാണ് ട്രസ്റ്റ്. ജോയിന്റ് എ ബി സി ഡി, ഇത് എല്ലാം ഫിക്സ്ഡ് എൻഡ് ആണ്. ഓക്കെ, ഇതൊരു മെമ്പർ അല്ല, ഫിക്സ്ഡ് എൻഡ് ആണ്. ആ ഫിക്സ്ഡ് എൻഡിൽ നിന്ന് 3 മെമ്പേഴ്സ് എ ഡി ബി ഡി സി ഡി കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ജോയിന്റ് ഡി. ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അതുപോലെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ദെൻ ലോഡ് തന്നിട്ടുണ്ട് ജോയിന്റ് ഡിയില് 80 കിലോ ന്യൂട്ടൺ താഴോട്ട്. ഇനി കുറച്ച് കാര്യം കൂടെ തന്നിട്ടുണ്ട്. മെമ്പറും അതിലെ എ വാല്യൂസും എൽ വാല്യൂസും കൂടെ തന്നിട്ടുണ്ട് നമുക്ക്. ആദ്യത്തെ മെമ്പർ എ ഡി, ഇതാണ് എ ഡി എന്ന് പറയുന്ന മെമ്പർ. അവിടുത്തെ എയുടെ വാല്യൂ 400, ലെങ്ത് എന്ന് പറയുന്നത് 400. ബി ഡി എന്ന് പറയുന്ന മെമ്പർ ഏതാണ്? ഈ ഒരു മെമ്പർ. ആ മെമ്പറിൽ എയുടെ വാല്യൂ 461.9, എല്ലിന്റെ വാല്യൂ 461.9. അതുപോലെ അടുത്ത മെമ്പർ സി ഡി. സി ഡിയിൽ എയുടെ വാല്യൂ 800, എല്ലിന്റെ വാല്യൂ 800. ഇത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 3 മെമ്പർ ഉണ്ട്, അതിന്റെ ലെഫ്റ്റ് എൻഡ് ഫിക്സ്ഡ് ആണ്. ആംഗിൾ തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. ഓരോ മെമ്പറിലെയും എയുടെ വാല്യൂ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ബാക്കി 4th അവർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുള്ളവര് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ലീവ് ചെയ്തോളൂ. ബാക്കി നമുക്ക് 4th അവർ ചെയ്യാം.